പ്രിയമുള്ള ജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാവണ്ണ തൂക്കുപാലത്തിന്മേലാണ്. ഇവിടെ ഈ തൂക്കുപാലം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായുള്ളത് ഈ സ്ലാബുകൾ പലതും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലതും ഇതാ പൊട്ടി വിണ്ട് കീറിയിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലം എന്ന അറിയപ്പെടുന്നത് പാവണ്ണ തൂക്കുപാലമാണ്. ഇത് അത്രക്കും നീളവും ഹൈറ്റും കൂടിയതാണ്. ഇവിടെയൊക്കെയാണ് വിണ്ട് കീറിയത്. ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഇതിലെ സഞ്ചരിക്കുന്ന പാലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗ്യാപ്പുള്ള ഈ സംഗതി, ഇതിൻ്റെ ഉള്ളിൽ കാല് കുടുങ്ങി യാത്രക്കാർ അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭരണാധികാരികൾ കാണേണ്ടതാണ്. ഇവിടുന്ന് ജയിച്ചു പോകുന്ന മെമ്പർമാർ എന്തുകൊണ്ട് ഇതിൻ്റെ പൊട്ടിയ സ്ലാബ് മാറ്റുന്നില്ല? വളരെ പരിതാപകരമാണ് ഇവിടെയുള്ള ഈ പാലത്തിൻ്റെ കാഴ്ച. പല സ്ലാബുകളും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് പല സ്ലാബിൻ്റെ കമ്പികൾ വരെ കാണുന്നു. വളരെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിൽ ഇവിടെയുള്ള ഈ പാലം എന്തുകൊണ്ട് ഇവിടുന്ന് ജയിച്ചു പോയ മെമ്പർമാർ ഇത് നന്നാക്കുന്നില്ല? ഇത് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? പല സ്ലാബുകളും ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. വളരെ അപകടകരമാണ് ഇതുപോലെയുള്ള വിടവ്. ഇതിലൂടെ കാല് തെന്നിയാൽ അടിയിലേക്ക് പോകും. ഇതാണ് സ്ലാബിൻ്റെ കമ്പി വരെ കാണുന്നു. ഇത് വളരെയധികം അപകടകരമാണ്. എന്തുകൊണ്ട് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന മെമ്പർമാർ, പാവണ്ണ വാർഡിലെ മെമ്പർ ഇത് ശ്രദ്ധിക്കുന്നില്ല? വളരെ ഗൗരവമായ വിഷയമാണ്. വളരെ അഗാധമായ താഴ്ചയാണ് ഇതിൻ്റെ അടിയിലേക്ക്. ഇത് ഏത് ചെറിയ കുട്ടികളും ഇതിലെ നടന്നു പോകുന്നുണ്ട്. ചെറിയൊരു അശ്രദ്ധ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്ക് പോകുന്നതാണ്. വള്ളിപ്പുല്ലും മറ്റും ഇതിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്നു. ആ കാരണത്താൽ തന്നെ ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഭരണാധികാരികൾ നേരിട്ട് വന്ന് കാണണം. ഈ ഒരു പാലത്തിൻ്റെ അപകടകരമായ അവസ്ഥയാണ് ഈ കാണുന്നത്. പൈപ്പുകൾ വേറിട്ട് നിൽക്കുകയാണ്. ഈ കമ്പി കാലിന്മേൽ കുത്താൻ സാധ്യതയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് റിപ്പയർ ചെയ്തുകൊണ്ട് വളരെ നല്ലതായ രീതിയിൽ യാത്രക്കാർക്ക് നടക്കുവാനുള്ള സുഖമായ സഞ്ചരിക്കാനുള്ള ഒരു മാർഗം സൃഷ്ടിക്കണം. ഇത് ഒരു സ്ലാബിൻ്റെ സെൻറ്റർ ഇടിഞ്ഞു പോയ ഒരു പൊട്ടിപ്പോയൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു ഗൗരവമായ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഈ പാലത്തിൻ്റെ ബലക്ഷത ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കളും മെമ്പർമാരുമാണ്.